ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആലപ്പുഴ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. എച്ച് സലാം MLA ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. 2000-ഓളം വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. അരൂർ മണ്ഡലത്തിൽ റോഡ് നിർമ്മാണത്തിന് മാത്രം 32.5 കോടി രൂപ അനുവദിച്ചതായി ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. കോടംതുരുത്ത് പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആരോഗ്യഭവന മേഖലകളിൽ ശ്രദ്ധേയമായ വികസന നേട്ടങ്ങൾ കൈവരിച്ച് കായംകുളം നഗരസഭ. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സദസ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആലപ്പുഴ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. 2000-ഓളം വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആലപ്പുഴ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. ആറോഗാഡ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ, LP സ്കൂൾ, പുന്നപ്ര UPS, സെയിന്റ് ജോസഫ്സ് HS എന്നീ സ്കൂളുകളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ 71 സ്കൂളുകളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. പ്രവൃത്തി പരിചയമേള, IT മേള, സോഷ്യൽ സയൻസ് മേള, ഗണിതശാസ്ത്ര മേള, സയൻസ് മേള എന്നിങ്ങനെ വിവിധ സെക്ഷനുകളിലാണ് ശാസ്ത്രോത്സവം നടക്കുക. അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ആ ജീവിതത്തിന്റെ ഭാഗമായി നമുക്കുള്ള യാത്രയിൽ അത്തരം ശാസ്ത്ര അറിവുകൾ നിശ്ചയമായും ജീവിതത്തിൽ സുപ്രധാനമാണ് എന്നതുകൊണ്ടുകൂടിയാണ്. അതിന്റെ അടിസ്ഥാനം ശാസ്ത്രം സത്യമാണ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ചുറ്റിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സയൻസ് എത്ര ഡെവലപ്പ് ചെയ്തു വന്നാലും ആ ശാസ്ത്ര അറിവുകളെ നല്ലതുപോലെ അറിയുന്ന ആളുകൾ തന്നെ ചില സന്ദർഭത്തിൽ ജീവിതത്തിലേക്ക് നോക്കിയാൽ ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ജീവിക്കുന്നതാണ്. അവിടെ ഇത്തിരി സൂക്ഷ്മമായി നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. ഇപ്പൊ അധ്യാപകരാണ് കൂടുതലും അധ്യാപകർ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ പഠിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള അറിവ് അതിന്റെ ഇരിക്കാനും അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ B.Ed പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച ശാസ്ത്രത്തിന്റെ അറിവല്ല ഇന്നത്തെ ലോകത്തുള്ളത്. അറവുകാട് ഹൈസ്കൂളിൽ നടത്തിയ സമ്മേളനത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MK ശോഭന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, BPC സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക PK സജീന, HM ഫോറം കൺവീനർ VV ആന്റണി, സ്കൂൾ മാനേജർ ബിനീഷ് ബോയ്, കളർകോട് LPS പ്രധാനാധ്യാപിക PP ശാലിനി, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ R അരുൺ, സന്ധ്യ റാണി, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ജോമി ജോൺസൺ, PK ഉമാനാഥ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. അരൂർ മണ്ഡലത്തിൽ റോഡ് നിർമ്മാണത്തിന് മാത്രം 32.5 കോടി രൂപ അനുവദിച്ചതായി ദലീമ ജോജോ MLA പറഞ്ഞു. കോടംതുരുത്ത് പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. അരൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ റോഡ് നിർമ്മാണത്തിനായി മാത്രം സർക്കാർ അനുവദിച്ചത് കോടികളാണെന്ന് ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. കോടംതുരുത്ത് പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 9-10 വർഷം ഏതെല്ലാം വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. സർക്കാർ ഫണ്ടുകൾ തന്നതുകൊണ്ട് നമുക്ക് ഗംഭീരമായിട്ട് കോടംതുരുത്തിന് അനേകം കുടുംബങ്ങൾക്ക് തണലാകുവാൻ സാധിച്ചു എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റും ഇന്നും പഞ്ചായത്ത് നമ്മുടെ മെമ്പർമാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. കാരണം വളരെ വികസന പ്രവർത്തനങ്ങൾ അവർ കയറിയത് മുതൽ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. MLA ആയിട്ട് ഞാൻ വന്നതിന് ശേഷം അനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു 10 വർഷത്തെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണെങ്കിൽ അരനൂറ്റാണ്ട് മുന്നേയുള്ള വികസന പ്രവർത്തനത്തിൻ്റെ 10 മടങ്ങ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൽ കാണാവുന്ന പ്രവൃത്തികളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രസംഗത്തിലൂടെ നിങ്ങളോട് ഒരു പ്രഹസനം പോലെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളുടെ കണ്ണുകളിൽ കാണാം. എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്നു. അതിനായിട്ട് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് കൈമാറിയതിന് ശേഷമാണ് നമുക്ക് അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ ഇരു സൈഡിലും താമസിക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപയാണ്
ഗവൺമെന്റ് കൊടുത്തത്. അങ്ങനെ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അവർ ആ സ്ഥലം തിരിച്ച് നമുക്ക് തരികയും നമുക്ക് എലിവേറ്റഡ് ഹൈവേ, നാഷണൽ ഹൈവേ ഒക്കെ വികസിപ്പിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് വളരെയധികം കോടിക്കണക്കിന് പണം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ 10 കോടിയുടെ BM&BC റോഡുകളും 7.5 കോടി ചെലവഴിച്ച് 28 ഗ്രാമീണ റോഡുകളും 15 കോടി രൂപ മുടക്കി മറ്റ് റോഡുകളും മണ്ഡലത്തിൽ നിർമ്മിച്ചു. ഈ വികസനങ്ങളെല്ലാം കൺമുന്നിൽ പ്രകടമാണെന്നും MLA പറഞ്ഞു. കുത്തിയതോട് NSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG ജയകുമാർ അധ്യക്ഷത വഹിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാബു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സദസ്സിൽ സംബന്ധിച്ചു. ആരോഗ്യ ഭവന മേഖലകളിൽ ശ്രദ്ധേയമായ വികസന നേട്ടങ്ങൾ കൈവരിച്ച് കായംകുളം നഗരസഭ. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സദസ് പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. ആരോഗ്യ ഭവന മേഖലകളിൽ ശ്രദ്ധേയമായ വികസന നേട്ടങ്ങൾ കൈവരിച്ചതായി കായംകുളം നഗരസഭ അവതരിപ്പിച്ച വികസന രേഖയിൽ ചൂണ്ടിക്കാട്ടി. 45 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 5 നില താലൂക്ക് ആശുപത്രി കെട്ടിടം, 3.25 കോടി രൂപയുടെ MCH ബ്ലോക്ക്, 1 കോടി രൂപയുടെ ലാബ്, MC യൂണിറ്റ്, നഗരസഭ മുൻകൈയെടുത്ത് ഡോക്ടേഴ്സ് ഫോർ യു എന്ന സംഘടനയുമായി ചേർന്ന് 1.10 കോടി രൂപയുടെ ഓക്സിജൻ പ്ലാന്റ് തുടങ്ങിയവയിലൂടെ കായംകുളം താലൂക്ക് ആശുപത്രി മികവിന്റെ കേന്ദ്രമായി മാറിയതായും ജനകീയ സദസ്സിൽ ചൂണ്ടിക്കാട്ടി. പ്രതിഭ MLA വികസന സദസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ P ശശികല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം റിസോഴ്സ് പേഴ്സൺ രഞ്ജിത്താർ നായരും പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് S സനിലും അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ J ആദർശ്, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ സദസ്സിൽ സംബന്ധിച്ചു. നീതി എന്നത് ഔദാര്യമല്ല മറിച്ച് അവകാശമാണെന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. ആലപ്പുഴ മുഹമ്മ ഫെറോനകളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. നീതി എന്നത് ഔദാര്യമല്ല മറിച്ച് അവകാശമാണ്, സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്കുന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. ആലപ്പുഴ മുഹമ്മ ഫെറോനകളുടെ നേതൃത്വത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ക്യാപ്റ്റനായുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം സ്വീകരണം നൽകിയത്. സ്വീകരണത്തെ തുടർന്ന് കൈതവന വിമല ഹൃദയമാതാ പള്ളി പരീക്ഷ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മോൺസിഞ്ഞോർ ഫാദർ ആന്റണി ഏത്തക്കാട് ഉദ്ഘാടനം ചെയ്തു. അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഫാദർ സാവിയോ മാനാട്ട് ആമുഖ പ്രസംഗം നടത്തി. റവറന്റ് ഫാദർ ഡോക്ടർ ഫിലിപ്പ് കാവിയിൽ മാർഗനിർദ്ദേശ പ്രസംഗം നടത്തി. ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ജാഥ വിശകലനം നടത്തി. രാജ്യത്തിന്റെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ അവ സംരക്ഷിക്കാതെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ യാത്രയെ പ്രഖ്യാപിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ കണ്ടു, ഛത്തീസ്ഗഡിലും ഒഡീസയിലുമൊക്കെ നമ്മുടെ പ്രിയകരായ ബഹുമാനരായ വൈദിക സിസ്റ്റേഴ്സും ആക്രമിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു, ജയിലിലടക്കപ്പെടുന്നു. പക്ഷേ ചില വർഗീയ ശക്തികൾ നിലനാടിയപ്പോഴും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിസ്സംഗമായിരിക്കുമ്പോഴും നമ്മളെ വേദനിപ്പിച്ച് നമ്മുടെ ഭരണാധികാരികൾ കാണിച്ച ബോധപൂർവമായ മൗനമാണ്. നമ്മൾ തിരുമൂലങ്ങളിലേക്ക് ഇറങ്ങി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ മിഷണറിമാർ നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നു. എന്തിനാണ് ആക്രമിക്കുന്നത്? അവരെന്താ തെറ്റ് ചെയ്തത്? നമുക്കറിയാം, വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് മികച്ച വിപ്ലവം കൊണ്ടുകൊണ്ട് നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തെറ്റാണ് ചെയ്തത്. ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ അവകാശ പത്രിക അവതരണം നടത്തി. മുഹമ്മ ഫെറോന വികാരി ഫാദർ ആന്റണി കാട്ടുപാറ മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ സ്ഥിരാംഗം ബെന്നി ആന്റണി ജാഥാംഗങ്ങളെ പരിചയപ്പെടുത്തി. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോഴിക്കൽ വിഷയാവതരണം നടത്തി. ദേവസ്യ പുളിക്കാശ്ശേരി ഫാദർ തോമസ് ഇരുമ്പുകുത്തി, ജോസ് ജോൺ വെങ്ങാന്തറ, ജെസ്സി ആന്റണി, തോമസ് ഡി കുറ്റേൽ, ഫാദർ മാത്യു നടുമുഖം എന്നിവർ സംസാരിച്ചു.
അതിരൂപത സെക്രട്ടറി സെബാസ്റ്റ്യൻ വർഗീസ് നന്ദി പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, വന്യജീവി ആക്രമണത്തിന് അടിയന്തര പരിഹാരം കാണുക, കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് പരിഹാരം കാണുക, വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും അവകാശ സംരക്ഷണ യാത്രയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി HSLAM MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഇനി അവശേഷിക്കുന്നത് 9 അംഗനവാടികൾക്ക് കൂടി സ്ഥലവും കെട്ടിടവും ഉണ്ടെങ്കിൽ അത് കഴിയും. 4 അംഗനവാടികൾക്ക് സ്ഥലമില്ലാതിരുന്നിട്ട് സ്ഥലം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി വാങ്ങിച്ചത്. ഇത്തരമൊരു ശ്രദ്ധ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ 2ാമത്തെ വർഷം ആലോചിച്ച് മുന്നോട്ട് പോയി. അതിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തു. ICDSന്റെ ഉദ്യോഗസ്ഥന്മാര്, എല്ലാ പഞ്ചായത്തുകളുടെയും ഭാരവാഹികൾ, ഭരണാധികാരികൾ ഞങ്ങൾ ഒരുമിച്ച് യോഗം ചേർന്ന് നമ്മുടെ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലെയും സ്വന്തം മൊത്തം അംഗനവാടികൾ, സ്വന്തമായ സ്ഥലമുള്ളത്, കെട്ടിടമുള്ളത്, വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത്, സൗകര്യവും അസൗകര്യവും ഒക്കെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ സ്വന്തമായി സ്ഥലം ലഭ്യമാകുന്ന എല്ലാ അംഗനവാടികൾക്കും മനോഹരമായ പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി രൂപം കൊടുത്ത പദ്ധതിയാണ് ശിശു സൗഹൃദം അമ്പലപ്പുഴ എന്ന നമ്മളിപ്പോൾ നടപ്പാക്കുന്ന ഈ പദ്ധതി. അതിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം, പഞ്ചായത്തുകൾക്ക് വയ്ക്കാൻ പറ്റുന്ന പൈസ അവർ വെക്കണം. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇതിനു വേണ്ടി വൈകിരുത്താൻ കഴിയുന്ന പൈസ അവരും മാറ്റിവെക്കണം. ബാക്കിയുള്ള പൈസ MLA എന്നുള്ള നിലയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ഞാൻ വയ്ക്കാം. അങ്ങനെ നമ്മൾ കൂട്ടായി നമുക്ക് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കണം എന്നാണ് തീരുമാനിച്ചത്. ഞാൻ ഈ യോഗത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയൊരു ഉത്തരവ്, നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 1 കോടി രൂപ 5 അംഗനവാടികൾക്ക് വേണ്ടി 1 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് അതിനെ പറ്റി, അതിന്റെ ഹെഡ് മാറിപ്പോയിരുന്നു. ബഡ്ജറ്റ് സംസ്ഥാന നിയമസഭ അംഗീകരിക്കുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചെയ്യേണ്ടത് എന്ന നിലയിലേക്ക് വരുമ്പോൾ അത് ചെറിയ വ്യത്യാസം വന്നു, ഒരു ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് അതിനെ പറ്റി അവരന്ന് ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്തപ്പോൾ സംഭവിച്ചാണ്. അപ്പൊ അത് മാറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിന്റെ കറക്ഷൻ കഴിഞ്ഞ് ഇന്നലെ അതിന്റെ ഉത്തരവിറങ്ങി. അമ്പലപ്പുഴ മണ്ഡലത്തിലെ അംഗനവാടികൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആ പദ്ധതിയുടെ അതിന്റെ ഹെഡ് ഉൾപ്പെടെ മാറ്റം വരുത്തി, ബഡ്ജറ്റ് തിരുത്തൽ വരുത്തി ഇന്നലെ സർക്കാർ ഉത്തരവ് ഇന്നിപ്പോ രാവിലെ എന്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ യോഗത്തിലേക്ക് പോയി, എന്റെ മൊബൈലിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി HSLAM MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുറക്കാട് പഞ്ചായത്ത് 18ാം വാർഡിൽ 72ാം നമ്പർ അംഗനവാടിയാണ് HSLAM MLA ഉദ്ഘാടനം ചെയ്തത്. ശിശു സൗഹൃദ അമ്പലപ്പുഴ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി സ്വന്തമായി സ്ഥലമുള്ള മുഴുവൻ അംഗനവാടികൾക്കും വിവിധ ഇനങ്ങളിൽ പണം ലഭ്യമാക്കി സ്മാർട്ട് അംഗനവാടി കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുകയാണെന്ന് HSLAM പറഞ്ഞു. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.33 ലക്ഷം രൂപ ചെലവിൽ മുഴുവൻ അംഗനവാടികളിലേക്കും മിക്സികളും MLA വിതരണം ചെയ്തു. തോട്ടപ്പള്ളി ലാൽ രചിച്ച കുട്ടികളിൽ പൗരബോധം വളർത്താൻ 101 വഴികൾ എന്ന പുസ്തകവും HSLAM MLA സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. അംഗനവാടിക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A. സുദർശനൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ K. രാജീവൻ, പ്രിയ അജേഷ്, ICDS ജില്ലാതല പ്രോഗ്രാം ഓഫീസർ J. മായാലക്ഷ്മി, ICDS സൂപ്പർവൈസർ അമിത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 178ഓളം ഹൈടെക് അംഗനവാടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എന്ന് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. കുമാരപുരം പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആലപ്പുഴ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. HSLAM MLA ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. 2000ഓളം വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്.
അരൂർ മണ്ഡലത്തിൽ റോഡ് നിർമ്മാണത്തിന് മാത്രം 32.5 കോടി രൂപ അനുവദിച്ചതായി ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. കോടംതുരുത്ത് പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആരോഗ്യഭവന മേഖലകളിൽ ശ്രദ്ധേയമായ വികസന നേട്ടങ്ങൾ കൈവരിച്ച് കായംകുളം നഗരസഭ. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സദസ് പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.